കുവൈത്ത് KMCCയിലെ വിഭാഗീയത പരസ്യപ്പോരിലേക്ക്. ഇന്നലെ കുവൈത്തിൽ ചേർന്ന KMCC യോഗം അടിപിടിയിലാണ് കലാശിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം, ആബിദ് ഹുസൈൻ തങ്ങൾ, അബ്ദുറഹിമാൻ രണ്ടത്താണി എന്നിവരെ കയ്യേറ്റം ചെയ്ത സംഭവത്തോടെ KMCCയിലെ തർക്കവും വിഭാഗീയതയും രൂക്ഷമായി. മാസങ്ങളായി കുവൈറ്റ് KMCCയിൽ ഗ്രൂപ്പ് തർക്കവും വിഭാഗീയതയും രൂക്ഷമാണ്. KMCC പ്രസിഡന്റ് നാസർ മഷൂർ, ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണൂത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾ. KMCC ജില്ലാ കമ്മിറ്റികൾ പിടിച്ചടക്കാൻ ഇരുവിഭാഗവും നീക്കം ശക്തമാക്കിയതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിനും സംഘടനാ പ്രവർത്തനങ്ങൾ തീർക്കുന്നതിനുമായി വെള്ളിയാഴ്ച അബ്ബാസിയയിൽ ചേർന്ന യോഗം അടിപിടിയിലാണ് കലാശിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, സെക്രട്ടറിമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, കുവൈത്തിന്റെ സംഘടനാ ചുമതലയുള്ള അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ നേതാക്കളെ കയ്യേറ്റം ചെയ്തു. യോഗം ആരംഭിച്ച് PMA സലാം ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനിടയിൽ ജനറൽ സെക്രട്ടറി വിഭാഗം KMCC പ്രവർത്തകർ യോഗത്തിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് PMA സലാം യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ച് നടപടികൾ അവസാനിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് നടത്താനാവാതെ നേതാക്കൾ ഹോട്ടലിലേക്ക് മടങ്ങി. നേരത്തെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഇഫ്താർ സംഗമത്തിലും വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നിരുന്നു. KMCC യോഗത്തിൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി വരെ കയ്യേറ്റം ചെയ്ത സംഭവത്തോടെ കുവൈറ്റ് KMCCയിൽ പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കയ്യേറ്റം മുസ്ലിം ലീഗിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കിയെന്നും അച്ചടക്ക ലംഘനം നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാവണമെന്നും PMA സലാം പറഞ്ഞു. ആര് ചെയ്തു, എന്തിന് ചെയ്തു, എപ്പോൾ ചെയ്തു, ആരാണ് നേതൃത്വം നൽകിയത്, എന്തൊക്കെയാണ് ഉണ്ടായത്, ഞങ്ങൾ മൂന്നാമത് ദൃക്സാക്ഷികളല്ലേ. അതിന് പുറമെ വീഡിയോസ് ഉണ്ടല്ലോ ധാരാളം. അപ്പം അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം അതിന്റെ തീരുമാനങ്ങൾ എടുക്കും. പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടായിട്ടുണ്ട്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിൽ പാർട്ടി ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. PMA സലാമിന്റെ നേതൃത്വത്തിൽ ഇരുവിഭാഗങ്ങളെയും വിളിച്ച് പ്രശ്നങ്ങൾ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. കൈരളി ന്യൂസ്, ഗൾഫ്.